ഹലോ, ഷിജിനസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കറി വയ്ക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. കറി വയ്ക്കാനായിട്ട് 4 വലിയ സവാള ചോപ്പ് ചെയ്തത്, 3 പഴുത്ത തക്കാളി ചോപ്പ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാരിമുളക്, കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ: മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്കിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, കറിവേപ്പില, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. സവോള നല്ല രീതിയിൽ വഴന്നു വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്കിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക. കുറഞ്ഞത് ഒരു 10-15 മിനിറ്റെങ്കിലും അത് നല്ല രീതിയിൽ ആവിയിലിരുന്ന് വേവേണ്ടതാണ്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള, തക്കാളി ഇതെല്ലാം നല്ല രീതിയിൽ വെന്ത് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളെല്ലാം കൂടി നമുക്കിതിലേക്ക് തട്ടാവുന്നതാണ്. ഇതിൽ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതനുസരിച്ചിടാം. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് സാധാരണ മുളക് പൊടി അതനുസരിച്ചിടാവുന്നതാണ്. ഈ മസാലകൾ ഈ സവാള മിക്സിലേക്ക് നല്ല രീതിയിൽ വഴറ്റി അത് നല്ല ഡ്രൈ ആകുമ്പോഴത്തേക്കും ഒരു 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ച് എടുക്കുക. ഗ്രേവി നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം കുറച്ച് പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ ടേസ്റ്റെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് പോകാനായിട്ടാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ടെടുത്ത് മിക്സിലോട്ടിട്ട് നല്ല രീതിയിൽ അതിനെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മളെ കറി ഈ ഒരു കൺസിസ്റ്റൻസിയിലാവും. കറിയായിട്ട് വേണം എന്നുള്ളവർക്ക് ഈ സമയമാകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. കറി കുറച്ചും കൂടെ തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി അടച്ചു വെച്ച് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്